ബഹുമാനപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ഉമ്മർലി തങ്ങൾ എൻ്റെ സഹപ്രവർത്തകനും യൂത്ത് ലീഗിന്റെ തങ്ങൾ വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് തങ്ങൾ MP ബഷീർ മൗര്യ അവർ തങ്ങൾ കുഞ്ഞാവക്ക നൗഫൽ അൻവർ പ്രിൻസിപ്പൽ ചെയർമാൻ മണ്ഡലം ജനറൽ സെക്രട്ടറി VK ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ പ്രിയപ്പെട്ട പാർട്ടിക്കാരെ സഹപ്രവർത്തകരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി പുതുതായി ഇന്നലെ നടക്കുന്ന യൂത്ത് ലീഗിന്റെ ആദ്യത്തെ പരിപാടിയാണ് ഞാൻ പങ്കെടുക്കുന്നത്. 2 വർഷം മുമ്പ് ഇതുപോലെ നമ്മെ ഏവരെയും വേദനിപ്പിച്ചുകൊണ്ട് അതിദാരുണമായി കൊല്ലപ്പെട്ട അഞ്ചുടിയുടെ സാക്കിന്റെ അനുസ്മരണ പരിപാടിയിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആ സംഭവത്തെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ വിശദീകരിച്ചു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ വർഷം ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ മുത്തുക്കോയ തങ്ങൾ വെച്ചാണ് നമ്മൾ ഓൺലൈൻ വഴി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ആദ്യം ഈ അഞ്ചുടിയിലെയും പരിസരങ്ങളിലെയും ഒക്കെ പാർട്ടി പ്രവർത്തകരെ ആത്മാർത്ഥമായി കാരണം സ്വാഭാവികമായും കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ വൈകാരികമായ പ്രതികരണങ്ങളുണ്ടാകും. എന്നാൽ പാർട്ടി നേതൃത്വം ഈ തകർക്കരുത് പറഞ്ഞപ്പോൾ അത് അക്ഷരം കൊണ്ട് ഈ നാടിനാണ് കരുതി ഈ നാട്ടിൽ ആ സഹപ്രവർത്തകരാണ് എന്ന അവസരത്തിൽ ഞാൻ അഭിമാനത്തോടെ ആഹ്വാനം ചെയ്തു. സമീപകാലത്ത് കോടതി വിധി വന്നത് നമ്മൾ മറന്നു പോയിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ കോടതി ഒരു മണി വിചാരണ കൊലപ്പെടുത്തിയപ്പോ എന്തായിരുന്നു ആസ്ഥാനമാക്കി കാരണമായി പാർട്ടി നേതൃത്വം CPM-ന്റെ ജില്ലാ സെക്രട്ടറി തടഞ്ഞു എന്നതായിരുന്നു. ഇസാഖിനെ ആ കുടുംബത്തെ പാർട്ടി ഏറ്റെടുക്കും. ഇസാഖിന്റെ ഭാര്യ ആ ഉമ്മ വരില്ല. ഇസാഖിന്റെ സഹോദരനോടെയുണ്ട് ഒരാൾ കുടുംബത്തെ നമ്മൾ സമാധാനം പാലിക്കണം.
എന്നാൽ സിപിഎമ്മിന്റെ ജയരാജനെ വഴിയിൽ തടഞ്ഞു പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരനെ 1.5 മണിക്കൂർ വിചാരണ കൊലപ്പെടുത്തിയ സംഭവം നമുക്ക് മറക്കാൻ കഴിയില്ല. രണ്ട് നേതൃത്വം തമ്മിലുള്ള വ്യത്യാസമാണ്. എന്നാൽ ഈ കോടതി എന്താണ്? ആ കോടതി പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ജയരാജൻ അത് കള്ളക്കഥയാണ്. ആ കള്ളക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട് വിചാരണ പ്രവർത്തകരും നിരപരാധികളാണ് ഈ നാട്ടിലെ പിന്നെ എന്തിനായിരുന്നു അങ്ങനെ ജയരാജന്റെ വണ്ടി ഒരു വഴിയാത്രയപ്പോ ആ നാട്ടുകാർ ഓടി സ്വാഭാവികമായും ഈ താഴ്നാടിയിൽ ഒരു അപ്പുറത്ത് ആളുകൾ വന്ന് വഴിയാത്രക്കാരൻ എന്തിന് ആ ജയരാജന്റെ ഉടനെ വണ്ടിയിൽ ഉടനെ മുതിർന്ന അങ്ങനെ ഒരു രംഗം എല്ലാവരും പോയി. എന്നാൽ ജയരാജൻ അവസരം എന്ന് കരുതി കണ്ണൂർ കൊട്ടേഷൻ ആ അതിന്റെ പ്രതികാരമാണ് തടഞ്ഞു നിങ്ങൾ ശുക്കൂറിന്റെ നെഞ്ചിലേക്ക് കത്തിയിറക്കുമ്പോ അവിടെ ഇതുപോലെ ആളുണ്ടായിരുന്നു. നാട്ടിൽ ഒരാൾ പോലും മനുഷ്യൻ മൃഗം ഞാൻ ബഷീർ ഉടനെ നേതാക്കന്മാർ യോഗം ചേർന്നു. കുഞ്ഞാലി പറഞ്ഞു ഈ വാർത്ത പുറത്തു പോകരുത്. ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അത് ഈ സമയത്ത് നമ്മൾ ശ്രമിക്കരുത് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു ചാനൽ കേരള മുഖ്യമന്ത്രി കണ്ണൂർ തെരുവിൽ മഹാനായ കൊലപ്പെടുത്താൻ എന്റെ എന്നാൽ ഈ നാട്ടിൽ ഒരു മരുന്ന് സാധ്യമല്ല.
അതാണ് നേതാവ്. ഇസാക്ക് കൊല്ലപ്പെടുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതേ പോലീസ് അതേക്കുറിച്ച് അന്വേഷിച്ചോ? പോലീസ് അതേക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചോ? ഇപ്പൊ നമ്മൾ ഇസാക്കിന്റെ കേസ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ മണ്ഡലം പോയിട്ട് കേരളത്തിലെ പ്രഗത്ഭനായ നമ്മൾ നിയോഗിച്ചത്. നമ്മൾ രണ്ട് കാര്യങ്ങൾ ആ കുടുംബത്തെ രണ്ടാമത്തെ നടത്തുമെന്ന് അതിനുവേണ്ടി പണം സ്വരൂപിച്ച് അതിനുവേണ്ടി ഞങ്ങൾക്ക് അഭിഭാഷകൻ മോശമായി പോകാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചത്. അതിനുവേണ്ടി മുഖ്യമന്ത്രി ആ കുടുംബത്തിന് നീതി വാദിക്കുക എന്നത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മുസ്ലിം ലീഗ് പാർട്ടി പ്രതികളായിട്ടുണ്ടായിട്ടില്ലേ? കോൺഗ്രസ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും എന്താ ബിജെപി മറ്റു പാർട്ടികൾ കൊല്ലാൻ വേണ്ടി നടക്കുന്ന രണ്ട് പാർട്ടികൾ, സിപിഎം മറ്റൊന്ന് കാസർഗോഡ് യൂത്ത് ലീഗാണ് ഞങ്ങൾ പോലീസിന്റെ സയ്യിദ് രണ്ടു നേതാക്കൾ രണ്ട് പാർട്ടികൾ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളുണ്ടായിരുന്നു. ലോക്കൽ ഏരിയ കമ്മിറ്റി ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കിടക്കുമ്പോൾ ശിക്ഷ ശിക്ഷ അനുഭവിച്ചുകൊണ്ടാണ് പറയപ്പെട്ടത്. ആരും ദുഃഖമുള്ള കാര്യമാണ് സംബന്ധിച്ചിടത്തോളം. പക്ഷെ കൊലപാതക ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരാള് മരിച്ചുപോയാൽ ഈ നാടിന്റെ മര്യാദയില്ല. പ്രതിയായി വിചാരണ ഒരാളെ രണ്ടു പാർട്ടികൾ അപ്പോഴാണ് കൊതു കടിക്കുന്നു പരാതി പറഞ്ഞു.
ആ കൊതുകടി മാറ്റാൻ വേണ്ടി രണ്ടു പാർട്ടികൾ ഒരുപാട് പട്ടികയിൽ പ്രതികളാണ് ഈ പാർട്ടി അങ്ങനെ ഈ ഞാനിവിടെ ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ ജയിച്ചു സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം എന്താണ് ശരിയാണോ? ഈ അല്ലെങ്കിൽ എന്താ ഒരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി പണപ്പിരിവ് നടത്തുക. നമ്മൾ എന്താ കാര്യം? അവർക്ക് എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളെടുത്ത് കൃത്യമായ കണക്ക് എത്രയാ കഴിഞ്ഞ ബിജെപിയുടെ വോട്ട് 2016 ഈ നിയോജകമണ്ഡലത്തിൽ വോട്ട് 2019 ബിജെപിക്ക് 14,701 വർദ്ധിച്ചു. സ്വാഭാവികമാണ്. 2020 ബിജെപിയുടെ വോട്ട് എത്രയാ? 10,590. 4,201 വോട്ട് ഇവിടെ പോയി. 2016 മണ്ഡലത്തിൽ ബിജെപിയുടെ വോട്ട് 11,591 വോട്ട്. 2019 ബിജെപി വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി വോട്ട് 14,791 വോട്ട് വർദ്ധിച്ചു. കേരളം അപ്പോൾ ബിജെപി വോട്ട് എത്രയാണ്? 4,791. 2019
ബിജെപിയുടെ ഇത്തവണ ബിജെപിയുടെ സ്ഥാനാർത്ഥിയുടെ സ്വാഭാവികമായി അവിടെ അപ്പൊ വോട്ട് ഇവിടെ പോയി. എന്റെ കൂടെ മണ്ഡലത്തിൽ പേര് ഞാൻ എന്തുകൊണ്ട് ഞാൻ പേര് പറയുന്നു. ആ സുഹൃത്തിനോട് പറഞ്ഞത് കണക്കുണ്ട് ജയിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും ബിജെപിയുടെ വോട്ട് വാങ്ങും എന്ന വിശ്വാസമാണ് അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. ബിജെപിയുടെ വാങ്ങും ആ വിശ്വാസത്തിലാണ് നമ്മൾ പിന്നെ ഫലമാണ് ഇന്ന് കിട്ടിയ ഒരു സമുദായത്തെ നമ്മളെന്താ ഞാൻ ലീഗിന്റെ ഈ പതാക ഒരു വർഗീയവാദിയുടെ എനിക്ക് ഈ വർഗീയവാദിയുടെ ഈ പ്രവർത്തകരുടെ അവരെ വോട്ട് വേണ്ട അത് ഈ അതല്ലേ എന്നിട്ട് ലീഗ് പ്രവർത്തകരെ പോലീസ് ഭരണം മഹാനായ മാർച്ച് രൂപീകൃതമായിട്ട് അധികാരത്തിൽ എത്ര വർഷം ഏതാണ്ട് 20 വർഷം എന്നിട്ടാണ് അധികാരത്തിൽ അതാണ് മഹാനായ അധികാരം ഒരു കൊടുങ്കാറ്റാണ്. ഈ സമുദായത്തിന്റെ അധികാരമല്ല. ഈ സമുദായത്തെ അങ്ങനെ നോക്കി ആർജവത്തോടെ ചെയ്യുന്ന ഈ പതാക ഈ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അസ്സലാമു അലൈക്കും.